ജിഹ്വാനെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറക്കിക്കൊണ്ടൊക്കെ വരുന്ന സമയത്ത് ഹിനുവും ജിഹ്വാന്റെ അടുത്ത് ഒരുപാട് ദേഷ്യപ്പെടുന്നു. ഞാൻ ആ ഒരു ഇടത്തൊന്നും ഇല്ലായിരുന്നെങ്കിൽ ഒരിക്കലും ഉൺഹേനെ ജീവനോട് നിനക്ക് കാണുവാനായിട്ട് സാധിക്കുമായിരുന്നില്ല. നീ കാരണമാണ് അവളും അപകടത്തിലൊക്കെ പെട്ടത്. നിന്നെ വിശ്വസിച്ച് അവളെയൊക്കെ ഏൽപ്പിച്ച ഞാനാണ് ശരിക്കും മണ്ടൻ എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു ഹിനുവും ദേഷ്യപ്പെട്ടിട്ടൊക്കെ ഉണ്ടായിരുന്നത്. ജിഹ്വാൻ പോലീസ് സ്റ്റേഷനിൽ നിന്നും ഇറങ്ങിയൊക്കെ വരുമ്പോഴത്തേക്കും സിയോയും അവനെ കാണുവാനായിട്ടൊക്കെ എത്തുന്നു. എങ്കിൽ പോലും അവിടെ എത്തിയിട്ടുണ്ടായിരുന്ന ഉൺഹ അവന്റെ അടുത്തേക്കൊക്കെ ഓടി ചെന്നിട്ട് നിനക്ക് എന്തെങ്കിലും സംഭവിച്ചോ എന്നൊക്കെ ചോദിക്കുകയാണ്. പക്ഷെ സിയോ അവിടെ ഉള്ളത് കൊണ്ട് തന്നെ ഹിനുവും ഉൺഹനെ പിടിച്ചു മാറ്റുന്നു. കൂടാതെ ജിഹ്വാനും ഇപ്പോൾ ഉൺഹയോട് പോകുവാനായിട്ടൊക്കെയാണ് ആവശ്യപ്പെടുന്നത്. ആൾക്കാർക്ക് ഒരിക്കലും മാറുവാനായിട്ട് സാധിക്കുകയില്ല എന്നൊക്കെ ഞാനും നിന്നോട് പറഞ്ഞതല്ലേ. ഒട്ടും തന്നെ വൈകിക്കാതെ നീയും എന്റെ കൂടെ കൂടുന്നതാണ് നിനക്ക് നല്ലതെന്നൊക്കെ പറഞ്ഞ് സിയോയും പോകുന്നു. ഓൺഹെ വീട്ടിലേക്ക് മടങ്ങിയെത്തുമ്പോഴത്തേക്കും എല്ലാവരും തന്നെ അവൾക്ക് എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിലും അവളും റെസ്റ്റ് എടുക്കുവാനായിട്ട് റൂമിലേക്കൊക്കെ പോകുന്നു. ഇനി ചീഹ്വാനും നേരെ പോയിട്ടുണ്ടായിരുന്നത് ഓഫീസിലേക്കൊക്കെ ആയിരുന്നു. ഓൺഹയുടെ കോളൊക്കെ പലതവണ ചീഹ്വാൻ വരുന്നുണ്ടെങ്കിൽ പോലും ചീഹ്വാനും ഫോണൊക്കെ എടുക്കാതെ ഇരിക്കുന്നു. പിറ്റേ ദിവസം രാവിലേക്ക് ആക്കുമ്പോഴത്തേക്കും ഇവിടെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായല്ലോ. അതുകൊണ്ട് തന്നെ കുറച്ച് നാളത്തേക്ക് നീയും മിഹോയുടെ കൂടെയൊക്കെ പോയി നിൽക്കുമോ? പ്രശ്നമൊക്കെ കുറഞ്ഞു കഴിയുമ്പോഴത്തേക്കും നിനക്കും തിരിച്ചു വരാമല്ലോ എന്നൊക്കെ ജോയിങ് പറയുമ്പോഴത്തേക്കും ഉൺഹയും അതെല്ലാം തന്നെ സമ്മതിക്കുന്നു. ജിഹോന്റെ അച്ഛൻ ഓഫീസിലൊക്കെ വന്ന് പ്രശ്നമുണ്ടാക്കിയ കാര്യം ബാക്കിയുള്ള എംപ്ലോയീസും അറിഞ്ഞിട്ടുണ്ട്. അവരും ആകെ പേടിച്ചിട്ടൊക്കെയാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നതും. അങ്ങനെ ഇരിക്കെ അവർ ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം തന്നെ ഡിസ്കസ് ചെയ്യുന്നത് ജെയ്സോയും കേൾക്കുന്നു. മാത്രമല്ല ഇതെല്ലാം തന്നെ ജിഹാൻ കേൾക്കുന്നുണ്ടെന്നൊക്കെ മനസ്സിലാക്കുന്ന ജെയ്സോയും അവരെ എല്ലാവരെയും പറഞ്ഞു വിട്ടിട്ട് ജിഹോന്റെ അടുത്തും സംസാരിക്കുവാനായിട്ടൊക്കെ ചെന്നിരിക്കുന്നു. സാധാരണ ആൾക്കാരെ പോലെ ജീവിക്കുവാനായിട്ട് സാധിക്കുമെന്നും ഉൺഹാനെ പ്രൊട്ടക്ട് ചെയ്യുവാനായിട്ട് കഴിയുമെന്നൊക്കെയായിരുന്നു ഞാൻ കരുതിയത്. അതൊക്കെ അഹങ്കാരം കൊണ്ട് എനിക്ക് തോന്നിയതായിരുന്നോ എന്നൊക്കെ ചീഹ്വാനും ഇപ്പോൾ ജെയ്സോയുടെ അടുത്തൊക്കെ ചോദിക്കുന്നു. പണ്ട് ഞാൻ ഒരുപാട് തെറ്റുകളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ തെറ്റുകളൊക്കെ തിരുത്തിയിട്ട് വീണ്ടും നല്ലൊരു ജീവിതമൊക്കെ ജീവിക്കാനായിട്ട് സാധിക്കുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയിരുന്നില്ല. ആ ഒരു സമയത്ത് നീ എന്റെ ഉത്തരവാദിത്വമെല്ലാം ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അന്ന് എനിക്ക് ചെയ്യുവാനായിട്ട് സാധിക്കുകയില്ല എന്ന് വിചാരിച്ച കാര്യങ്ങളെല്ലാം തന്നെ നിന്നിലൂടെ എനിക്ക് ചെയ്യുവാനായിട്ടും കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ നിനക്ക് എന്ത് ചെയ്യുവാനായിട്ട് കഴിയും? നിനക്കും നീ ആഗ്രഹിക്കുന്നത് പോലത്തെ ഒരു ജീവിതമൊക്കെ ലഭിക്കുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജെയ്സോയും അവനെ മോട്ടിവേറ്റ് ചെയ്യുന്നു. ഉൺഹനെ തട്ടിക്കൊണ്ടു പോകാനായിട്ട് ശ്രമിച്ചതുമായി ബന്ധപ്പെട്ട് യാങ്ങിനെയും ടീമിനെയും ഇപ്പോൾ അറസ്റ്റ് ഒക്കെ ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇനിയും ഉൺഹയ്ക്ക് ഒരു പ്രശ്നവും ഉണ്ടാകാതിരിക്കുവാനായിട്ട് സിയോയ്ക്കെതിരായിട്ട് കൂടി നടപടിയൊക്കെ എടുക്കുവാനായിട്ടായിരുന്നു ഹിനുവു ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ അപ്പോഴാണ് ഇതിനു മുമ്പ് സിയോനെ അറസ്റ്റ് ചെയ്യുവാനായിട്ടൊക്കെ ശ്രമിച്ചപ്പോഴത്തേക്കും സിമ്പിൾ ആയിട്ടായിരുന്നു സിയോ ഊരി പോന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇനിയും നമ്മൾ സിയോയ്ക്കെതിരായിട്ട് എന്തെങ്കിലും ചെയ്യുവാനായിട്ടൊക്കെ നോക്കുകയാണെങ്കിൽ സിയോയും അതിനെ തടയുന്നതായിരിക്കും എന്നൊക്കെ അസിസ്റ്റന്റും ഹ്യൂനുമുന്റെ അടുത്തൊക്കെ പറയുന്നത്. യാങ് ഇപ്പോൾ ഉള്ളത് പോലീസ് സ്റ്റേഷനിലൊക്കെ ആണല്ലോ. വേണമെങ്കിൽ സിയോയ്ക്ക് സിമ്പിൾ ആയിട്ടൊക്കെ യാങ്ങിനെ രക്ഷിച്ചുകൊണ്ട് പോകാമായിരുന്നു. പക്ഷെ ഇതുവരെയായിട്ടും സിയോ അങ്ങനെ ചെയ്യാതിരുന്നത് എന്തുകൊണ്ടായിരിക്കാം എന്നൊരു തോന്നലൊക്കെ അവന്റെ ഉള്ളിലും വരുന്നു. ജീഹ്വാന്റെ അച്ഛനൊക്കെ ഉള്ളത് കൊണ്ടും അച്ഛൻ എത്രത്തോളം ദുഷ്ടത്തരമൊക്കെ ചെയ്യുന്നത് കൊണ്ടും നിനക്ക് ജീഹ്വാനെ ബ്രേക്കപ്പ് ആക്കിക്കൂടെ? അങ്ങനെയൊക്കെ ആണെങ്കിൽ നിനക്ക് സമാധാനമായിട്ട് സ്ട്രെസ് ഒന്നും ഇല്ലാതെ ജീവിക്കാനായിട്ട് സാധിക്കുമെന്നൊക്കെയാണ് മീഹോയും ഉണഹിക്ക് കൊടുക്കുന്ന ഉപദേശം. എങ്കിൽ പോലും ഞാൻ അവനെ അങ്ങനെ ഉപേക്ഷിച്ചൊക്കെ പോവുകയാണെങ്കിൽ അവന്റെ അച്ഛന്റെ മുമ്പിൽ അവനും ഒറ്റപ്പെട്ടു പോകുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ അവനെ ഉപേക്ഷിക്കാതെ കൂടെ ചേർക്കുവാനായിട്ടായിരുന്നു ഉൺഹയും തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. സിയോ നടത്തുന്ന എല്ലാ രീതിക്കുള്ള അഴിമതികളെ കുറിച്ചും നിനക്ക് നന്നായി തന്നെ അറിയാവുന്നതല്ലേ. അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നീ എനിക്ക് നൽകാമോ എന്നൊക്കെ ജീഹ്വാനും കാങ്കിലിന്റെ അടുത്തൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷെ കാങ്കിലും അങ്ങനെ സിയോനെ ചതിക്കുവാനായിട്ടൊന്നും തയ്യാറായിരുന്നില്ല. എങ്കിൽ പോലും നിനക്ക് എപ്പോൾ വേണമെങ്കിലും എന്റെ അടുത്ത് എന്തെങ്കിലും കാര്യങ്ങൾ പറയുവാനായിട്ടുണ്ടെങ്കിൽ അറിയിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് ജീഹ്വാനും പോകുന്നു. ഇവരുടെ ഈ കൂടിക്കാഴ്ചയെല്ലാം തന്നെ ഒരാളെ രഹസ്യമായിട്ടൊക്കെ വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്ന ജീഹ്വാൻ ഇപ്പോൾ ഉൺഹയുടെ റൂമിലേക്കൊക്കെ കയറുന്നു. അവിടെ ആകട്ടെ നേരത്തെ അവൾ സൂക്ഷിച്ചു വെച്ച ബോക്സ് ഒക്കെ ഉണ്ടായിരുന്നു. ഈ ഒരു ബോക്സിൽ പണ്ട് ഉൺഹ ഹോസ്പിറ്റലിലൊക്കെ കിടന്ന സമയത്ത് അവൾക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളുടെ ലിസ്റ്റൊക്കെ ജിഹ്വാൻ എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു പേപ്പർ പോലും അവളും സൂക്ഷിച്ചു വെച്ചത് അവനും കാണുന്നു. തേഴ്സ്ഡേ ഡെയറിൽ ഒരു മീറ്റിംഗ് ഒക്കെ നടത്തുകയാണ്. ഈ ഒരു മീറ്റിംഗിലാകട്ടെ നേരത്തെ അവരുടെ എംപ്ലോയീസ് ഒരുപാട് പേരൊക്കെ റിസൈൻ ചെയ്ത് പോയിട്ടുണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ അതിൻ്റെതായിട്ടുള്ള ഒരു ഷോർട്ടേജ് ഒക്കെ അവർക്കും അനുഭവപ്പെടുന്നുണ്ട്. കൂടാതെ അവരുടെ പ്രൊഡക്ട്സിനെതിരായിട്ട് കുറച്ച് കംപ്ലൈന്റ്സ് ഒക്കെ വരുന്നത് കൊണ്ട് തന്നെ ആൾക്കാർ പ്രൊഡക്റ്റ് മേടിക്കുന്നതും കുറച്ചിട്ടുണ്ട് എന്ന രീതിക്കൊക്കെ അവരും ഡിസ്കസ് ചെയ്യുന്നു. ഓൺഹയും യേനയും കൂടി ചേർത്തിട്ട് ഇപ്പോൾ ഹോങ്കിനെ വിളിച്ചു വരുത്തിയിരിക്കുകയാണ്. ഇവരുടെ കമ്പനി ഇപ്പോൾ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ചെല്ലാം തന്നെ അവർ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഏത് രീതിക്കുള്ള ഹെൽപ്പാണോ എനിക്ക് ചെയ്യുവാനായിട്ട് സാധിക്കുന്നത് ആ ഒരു ഹെൽപ്പൊക്കെ ചെയ്യുവാനായിട്ട് ഞാൻ തയ്യാറാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഓൺഹയും ഇരിക്കുന്നത്. അവളുടെ കയ്യിലും ഒരു ഐഡിയ ഒക്കെ ഉണ്ടായിരുന്നു. ആരുമില്ലാത്ത സമയം നോക്കിയിട്ട് ഹോങ്കയും ഇപ്പോൾ അവരെ രണ്ടുപേരെയും കൂടി വീട്ടിലേക്കൊക്കെ വിളിച്ചു വരുത്തിയിരിക്കുകയാണ്. ജിഹ്വാൻ താമസിക്കുന്ന വീടൊക്കെ എനിക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ജിഹ്വാന്റെ മുറിയൊക്കെ മുകളിലാണെന്നൊക്കെ അറിയുമ്പോഴത്തേക്കും ഓൺഹയുടെ റൂം മുകളിലാകരുത് എന്നൊക്കെയാണ് ഏനയും ആഗ്രഹിച്ചത്. പിന്നീട് സ്റ്റുഡിയോയിലേക്കൊക്കെ ഏനയെ കൂട്ടിക്കൊണ്ടു പോയി കഴിയുമ്പോഴത്തേക്കും അവിടെയുള്ള എല്ലാ സാധനങ്ങളും ഓൺഹയ്ക്ക് വേണ്ടിയിട്ട്
ജിഹ്വാൻ തയ്യാറാക്കി വെച്ചതാണെന്നൊക്കെ അവളും മനസ്സിലാക്കുകയാണ്. അതൊക്കെ കാണുമ്പോഴത്തേക്കും എനിക്ക് കുശുമ്പൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ പോലും ഈ ഒരു അവസരത്തിലല്ലേ ഹെൽപ്പൊക്കെ ചെയ്യേണ്ടത്. അതുകൊണ്ട് മാത്രം അവളും ഹെൽപ്പ് ചെയ്യുവാനായിട്ട് തയ്യാറാകുന്നു. ഹ്യുനുവും ഇപ്പോൾ യാങ്ങിനെ കാണുവാനായിട്ടൊക്കെ എത്തിയിരിക്കുകയാണ്. നേരത്തെ സിയോ പോലീസ് സ്റ്റേഷൻ വരെയൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു നിന്നെ ഇറക്കിക്കൊണ്ട് പോകുവാനായിട്ടാണ് അയാൾ വന്നതെന്ന്. പക്ഷെ അയാളാകട്ടെ ജിഹ്വാന്റെ അടുത്ത് സംസാരിച്ചതിന് ശേഷം ഇവിടെ നിന്നും പോയി. നിനക്കും അയാൾ അത്രയ്ക്ക് പ്രാധാന്യമൊന്നും നൽകുന്നില്ല എന്ന കാര്യം അപ്പോൾ മാത്രമായിരുന്നു ഞാൻ മനസ്സിലാക്കിയത്. സിയോയും പ്രധാനപ്പെട്ട ഏതൊരു കാര്യമുണ്ടെങ്കിലും അതെല്ലാം തന്നെ നിന്നെയല്ലല്ലോ കാങ്കിലിനെയല്ലേ ഏൽപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിന്നെ അയാൾക്ക് വിശ്വാസമില്ല എന്ന കാര്യവും ഞാൻ മനസ്സിലാക്കി. നിനക്കും സിയോയ്ക്കെതിരായിട്ട് എന്തെങ്കിലും കാര്യമൊക്കെ പറയുവാനായിട്ടുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞോ, ഞാനും നിന്നെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും എന്നൊക്കെയാണ് ഹ്യുൻവുവും അവന്റെ അടുത്തൊക്കെ പറയുന്നത്. ഹോങ്കയും ഉൻഹേനെയും യേനെയും കൂട്ടിക്കൊണ്ട് വീട്ടിൽ നിന്നുമൊക്കെ ഇറങ്ങിപ്പോകാനായിട്ട് തുടങ്ങുന്ന സമയത്തായിരുന്നു ജിഹ്വാനും തിരിച്ച് വീട്ടിലേക്കൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെയിരിക്കെ എന്താണ് ഇവിടെ നടക്കുന്നതെന്നൊക്കെ ജിഹ്വാൻ ചോദിക്കുമ്പോഴത്തേക്കും കമ്പനിക്ക് ഇപ്പോൾ കുറച്ച് പ്രശ്നമൊക്കെ ഉണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ആ ഒരു പ്രശ്നമൊക്കെ മാറ്റുവാനായിട്ടുള്ള ഒരു ഐഡിയ ഒക്കെ ആയിട്ടായിരുന്നു ഉൾഹ എത്തിയത്. പിന്നെ സ്റ്റുഡിയോ ഉള്ളത് വീടിനകത്താണല്ലോ. അതുകൊണ്ടായിരുന്നു അവരെയും കൂട്ടിക്കൊണ്ട് ഞാൻ വീടിനകത്തൊക്കെ പോയിട്ടുണ്ടായിരുന്നത്. എന്തായാലും എനിക്ക് കുറച്ച് അത്യാവശ്യമുള്ളത് കൊണ്ട് ഞാനും അവളെ കൊണ്ടുവിടുവാനായിട്ട് പോവുകയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഹോങ്കിയും ഏനനെയും കൂട്ടിക്കൊണ്ടൊക്കെ പോകുന്നു. ജിഹ്വാനും ഉൺഹേനെ തിരിച്ച് മിഹോയുടെ അടുത്തേക്കൊക്കെ പറഞ്ഞു വിടാമെന്ന രീതിക്കൊക്കെ സംസാരിക്കുമ്പോഴത്തേക്കും നീ പറഞ്ഞത് ഞാനും ഈ ഒരു ഫാമിലിയിലെ അംഗമാണെന്നല്ലേ, അങ്ങനെ ഇരിക്കെ ഞാനും ഈ വീട്ടിൽ തന്നെയല്ലേ താമസിക്കേണ്ടത്. നീ എന്റെ കൂടെ ഇല്ലാത്തപ്പോഴത്തേക്കുമാണ് എനിക്ക് ശരിക്കും പേടിയൊക്കെ തോന്നുന്നത്. ഇനി ഒരിക്കലും നീ എന്റെ കൂടെ ഉണ്ടാവുകയില്ലേ എന്നൊക്കെ ഉൺഹയും ചോദിക്കുന്നു. ജിഹ്വാൻ വീണ്ടും ഉൺഹേനെ പറഞ്ഞയക്കുവാനായിട്ടൊക്കെ ശ്രമിക്കുമ്പോഴത്തേക്കും ഞാൻ ആഗ്രഹിക്കുന്നത് പോലും നിന്റെ ഒപ്പം നിൽക്കുവാനായിട്ടാണെന്നൊക്കെ ഉൺഹ പറയുന്നത് കേട്ട് ജിഹ്വാനും അവളെ ഹക്കൊക്കെ ചെയ്ത് കരയുന്നു. ജിഹ്വാന്റെ കൈക്ക് മുറിവൊക്കെ ഉണ്ടല്ലോ, അതിനെക്കുറിച്ചൊക്കെ സംസാരിച്ചുകൊണ്ടായിരുന്നു ജിഹ്വാനും അതുപോലെ തന്നെ ഉൺഹയും കാറിലൊക്കെ ഇരുന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇരിക്കെ നേരത്തെ ജിഹ്വാൻ മേടിച്ചു വെച്ചിട്ടുണ്ടായിരുന്ന മാലയൊക്കെ ഇപ്പോൾ അവൾക്കും അവൻ ഇട്ടൊക്കെ കൊടുക്കുന്നു. പാർക്കിൽ വെച്ച് നിനക്ക് അപകടമൊക്കെ ഉണ്ടായല്ലോ, നിനക്ക് കൂടുതലായിട്ട് എന്തെങ്കിലും സംഭവിക്കുമോ എന്ന പേടിയൊക്കെ ആയിരുന്നു എനിക്കുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ഞാനും ഇതുപോലെ എല്ലാം തന്നെ റിയാക്ട് ചെയ്തത്. പക്ഷേ നീയും എനിക്ക് വേണ്ടി കുറച്ചു നാൾ കൂടി കാത്തിരിക്കണം, ഞാനും ഉറപ്പായിട്ടും തിരിച്ചെത്തുന്നതായിരിക്കും എന്നൊക്കെ ജിഹ്വാനും അവൾക്ക് വാക്ക് നൽകുന്നു. പിന്നീട് ഉൺഹേനെ മിഹോയുടെ വീടിനകത്തൊക്കെ പറഞ്ഞയച്ചതിനു ശേഷം അവനും കാങ്കിലിന്റെ അടുത്തുനിന്നും ഒരു കോളൊക്കെ വരുന്നു. മദ്യത്തിന്റെ കമ്പനിയുമായി ബന്ധപ്പെട്ട ആൾക്കാരുടെ ലിസ്റ്റ് എല്ലാം തന്നെ ആ ഒരു കമ്പനിയുടെ സേഫിലാണ് സൂക്ഷിച്ചൊക്കെ വെച്ചിട്ടുള്ളത്. അതിന്റെ പാസ്വേഡ് ബുൾഡോങ് ഗ്യാങ് ഒക്കെ എന്നാണോ നിലവിൽ വന്നിട്ടുണ്ടായിരുന്നത് ആ ഒരു ഡേറ്റ് ആണെന്നൊക്കെ കാങ്കിലും ഇപ്പോൾ ജിഹ്വാന് പറഞ്ഞു കൊടുക്കുന്നു. ജിഹ്വാൻ തിരിച്ച് ഓഫീസിലെത്തുന്ന സമയത്ത് നമുക്കും ചലഞ്ച് ഒക്കെ ചെയ്താലോ എന്നൊക്കെ എംപ്ലോയീസ് പറയുന്നതൊക്കെ ജിഹ്വാനും ശ്രദ്ധിക്കുന്നു. അങ്ങനെ ഇരിക്കെ കുറച്ച് വീഡിയോസ് ഒക്കെ കാണിക്കുകയാണ്. ഈ ഒരു വീഡിയോയിൽ ഒരുപാട് ആൾക്കാർ ചലഞ്ച് ഒക്കെ ചെയ്യുന്നതായിട്ടാണ് കാണിക്കുന്നത്. അതിന്റെ കൂടെ ആക്ടർ ആയിട്ടുണ്ടായിരുന്ന ഡോഹുൺ ചെയ്യുന്നതും കാണിക്കുന്നു. സോ ജിഹ്വാനും എന്താണ് സംഭവം എന്നൊക്കെ അറിയുവാനായിട്ട് ഇന്റർനെറ്റിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കുമ്പോഴത്തേക്കും ആയിരുന്നു യേനയും അതുപോലെ തന്നെ ഉൺഹയും ഒന്നിച്ചു ചെയ്ത ഒരു ചലഞ്ചൊക്കെ അവന്റെ ശ്രദ്ധയിലും പെടുന്നത്. സോസേജിന്റെ കൂടെ ഫ്രൂട്ട്സ് ഒക്കെ വെച്ചിട്ട് അത് രണ്ടും കൂടി മിക്സ് ഒക്കെ ചെയ്തിട്ട് ഓരോരോ ഷേപ്പ് ഒക്കെ ഉണ്ടാക്കിയിട്ട് ചലഞ്ച് പോലെയൊക്കെ ആ ഒരു പരിപാടിയൊക്കെ നടത്തുന്നതായിരുന്നു അവന്റെ ശ്രദ്ധയിലും പെട്ടിട്ടുണ്ടായിരുന്നത്. ഇതിൽ ഉപയോഗിച്ചിട്ടുള്ള സോസേജ് ജിഹ്വാന്റെ കമ്പനിയിലെ സോസേജ് ഒക്കെയാണ്. സോ ഈ ഒരു വീഡിയോ ഒക്കെ വൈറലായതിനു ശേഷമായിരുന്നു ഒരുപാട് ആൾക്കാരൊക്കെ സെയിം ചലഞ്ചുമായിട്ടൊക്കെ മുന്നോട്ട് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നീട് ഒരുപാട് എംപ്ലോയീസും ഇതേ വീഡിയോ ഒക്കെ ചെയ്തിരിക്കുന്നത് ജെയ്സോയുടെ ശ്രദ്ധയിൽ പെടുന്നു. ഈ ഒരു സമയത്തായിരുന്നു സിയോയുടെ അടുത്തൊന്നും ജെയ്സോയ്ക്കും ഒരു കോളൊക്കെ വരുന്നത്. നിന്റെ കമ്പനിക്ക് കൂടുതൽ പ്രശ്നമൊന്നും ഉണ്ടാക്കേണ്ട എന്നാണ് നീ ആഗ്രഹിക്കുന്നതെങ്കിൽ ഉടനെ തന്നെ നീ എന്റെ അടുത്തേക്ക് എത്തണമെന്നായിരുന്നു സിയോ പറഞ്ഞത്. ആ ഒരു സീനോട് കൂടി ഈ ഒരു വീഡിയോ അവസാനിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് ഇത്രയും വേഗം കാണാം. ബൈ.